ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച് ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമെത്തുന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ എല്ലാവരും? അതിൻ്റെ അകത്ത് ആ കുറുമ നിങ്ങൾ ട്രൈ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കുറുമയാണ്, പക്ഷേ ടേസ്റ്റും വളരെ നല്ലതാണ്. അപ്പം ചിലർ വെജിറ്റബിൾ ഉപയോഗിച്ച് ചിക്കൻ നോൺ വെജ് ഉപയോഗിക്കാത്തവർക്ക് വെജിറ്റബിൾ ഇതേ രീതിയിൽ വെജിറ്റബിൾ ചേർത്തിട്ടും ചെയ്യാം, നല്ലതാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഗ്ഗ് കുറുമയുടെ ഞാൻ 5 വർഷത്തിന് മുമ്പ് ഇട്ട ഒരു വീഡിയോയാണ്. നല്ല അടിപൊളി ഒരു മുട്ടക്കുറുമയാണ്, അതും ഒന്ന് നോക്കണേ. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏതാണെന്ന് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ നോക്കിയാൽ മതി. അവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ നിങ്ങൾ ആ എൻ്റെ വിജീസ് കിച്ചൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മോർന്നും പറഞ്ഞ് വരത്തില്ലേ, അപ്പോൾ അത് പ്രസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഇങ്ങനെ എഗ്ഗ് കുറുമ എന്ന് എഴുതിയിട്ടുണ്ട്. അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് എഗ്ഗ് കുറുമയുടെ റെസിപ്പി കിട്ടുമേ. പിന്നെ ഈ വീഡിയോയുടെ ഇന്ന് 7 മണിക്ക് പോൾമോൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഞാനിട്ട വീഡിയോയാ. അപ്പം നേരത്തെ ഇവനിങ്ങനെ എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോ കണ്ടിട്ട് അവന് ഹിന്ദിയിൽ ഡബ്ബിങ് ചെയ്യുമായിരുന്നു. പിന്നെ അതങ്ങ് നിർത്തി വെച്ചെന്ന്. അപ്പം 2-3 പേര് പറഞ്ഞു, ബിജി അത് നല്ല മോൻ്റെ അങ്ങനെ മോൻ പറഞ്ഞതങ്ങ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് എനിക്ക് സമയം പോക്കാം. കാരണം ഞാൻ ചില വീടുകൾ അവൻ എത്ര പറഞ്ഞു കൊടുത്താലും ഞാനിപ്പം ഒരു അരമണിക്കൂറിൻ്റെ അങ്ങനെ വീഡിയോ 1.25 മണിക്കൂർ കൊണ്ട് ചെയ്യുവാണെങ്കിൽ അവൻ്റെ ഒരു 5 മിനിറ്റത്തെ വീഡിയോ ഒരു 1.5-2 മണിക്കൂർ ഇടയിലും എടുക്കും. കാരണം അവനീ പറയുന്നത് നമ്മൾ ഇനി പെട്ടെന്ന് പറയുന്ന പോലെ അവന് പറയാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് ചില വീടുകൾ പറയത്തില്ല. അവൻ പിന്നെ ഞാൻ ചിന്തിക്കും അവൻ്റെ രീതിയിൽ അങ്ങ് പറഞ്ഞോട്ടെന്ന്. അങ്ങനെ എനിക്കും ഞാൻ അടുത്തിരുന്നേലേ ഒക്കത്തുള്ളൂ. അപ്പോൾ 7 മണിക്ക് ആ വീഡിയോ ഉണ്ട്. ഞാനിട്ട വീഡിയോയിൽ ഒരു റെസിപ്പി എടുത്ത് അവനത് അവൻ മലയാളത്തിൽ പറയാനേ ഉള്ളേ. അപ്പോൾ ഇന്നിനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊഹയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കപ്പലണ്ടി ഒന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് ചായയും വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഇവിടെ ആക്ച്വലി ഇവന്മാർക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല പൊഹ ഇഷ്ടമല്ല. അപ്പോൾ പോൾ കുറേ ദിവസം കൊണ്ട് പറയുന്നത് മമ്മി പൊഹയുണ്ടാകും. അന്നേരം എനിക്ക് മനസ്സിലായില്ല. കാരണം റേച്ചൻ കഴിഞ്ഞ ദിവസം രാത്രി ആയപ്പോഴാണ് ഓർത്തത് പാലില്ലെന്ന്. അപ്പോൾ സെപ്റ്റോയിൽ നിന്ന് റേച്ചൻ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം നമ്മൾ ഈ സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ അവർ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ റേച്ചാൻ വെറുതെ ഞാൻ പറയുകയും ചെയ്തു. റേച്ച 12 മണി കഴിഞ്ഞിട്ട് കണ്ടാന്ന് തോന്നും, ആകാറായപ്പോഴാന്ന് തോന്നുന്നു റേച്ച ഓർത്തത്. അങ്ങനെ കടകളിലാണെങ്കിലും ചിലപ്പോൾ കാണത്തില്ല. അന്നേരം അവിടുന്ന് ഇങ്ങനെ അത്രയും പൈസ കവർ ചെയ്യാൻ വേണ്ടി പാലിൻ്റെ കൂടെ ഈ ഭുജിയ സേവൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആ സേവ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തൊട്ടിപ്പം പറയുക പുക ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ പുക ഉണ്ടാക്കി. അപ്പം ഞാൻ കപ്പലണ്ടി ഒന്ന് വറുത്തിട്ട് എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ഇന്ന് ഞാൻ ആ കപ്പലണ്ടി ഒന്ന് ചുമന്നിരിക്കാൻ വേണ്ടി അത് വറക്കുന്നതിൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ടു. പക്ഷേ അത് ആകെ വധമായിപ്പോയി. അതങ്ങ് മൂത്തങ്ങ് കറുത്തതുപോലായി. അതാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് കപ്പലണ്ടി ഇങ്ങനെ കോരിയിട്ട് ഞാൻ ഇന്ന് ഇച്ചിരി ഉരുളൻകിഴങ്ങ്, ഇതിനകത്ത് ഉരുളൻകിഴങ്ങ് ഇടുന്നത് പോളിന് ഇഷ്ടം, മറ്റവന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എന്നാൽ അങ്ങനെയും കഴിച്ചോടെന്ന് പറഞ്ഞ് ഞാൻ ഉരുളൻകിഴങ്ങ് കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് സവാളയെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതാണ്. അപ്പം ഈ കൊച്ചവന് സേവ് കൂടെ ഇട്ട് തരട്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടായിരുന്നു. അവനങ്ങനെ നിർബന്ധിച്ച് ഞാൻ കൊടുത്തതാണ്. അവന് അവന് അങ്ങനെ താല്പര്യമില്ല ഇത്. അപ്പോൾ ചായയൊക്കെ ഞാനൊന്ന് ആറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിക്കാനായിട്ട് എടുക്കട്ടെ. ഇപ്പം രാവിലെ ഇച്ചിരി ഒരു തണുപ്പ് ഇതുള്ളത് കൊണ്ട് രാവിലെ ഒരുത്തിരി ചായയൊക്കെ കിട്ടിയ നല്ല ചൂട് കിട്ടിയാലും ഞാൻ അത് കുറേ നേരം എടുത്തിട്ടേ ഞാൻ കുടിക്കത്തുള്ളൂ. ഇതിപ്പോൾ നല്ല ചൂടായിട്ട് ഒഴിക്കുന്നെങ്കിൽ ഞാൻ കുറച്ച് നേരം അവിടെ വെച്ചിട്ടേ, എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത്ര ചൂട് കുടിക്കാൻ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആടിയും റീച്ചാൻ നോക്കി തീ ചൂട് കൊടുത്താലും കുടിച്ചോളും. കഴിഞ്ഞ ദിവസം പ്രീതി ചേച്ചി ചോദിച്ചായിരുന്നു വിജയെ ക്രിസ്മസിന് ഡ്രസ്സൊക്കെ എടുക്കുന്നോന്ന്. ഞാൻ നേരം പറയുകയും ചെയ്തു, അങ്ങനൊരു പ്രത്യേകമായിട്ടൊരു ഡ്രസ്സ് എടുപ്പൊന്നുമില്ല. ഇപ്പം എനിക്ക് എൻ്റെ കാര്യം പറയാൻ വേണ്ടി എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ഡൽഹി ഇവന്മാർക്കല്ല എടുത്തത്. ഇപ്പം നമുക്ക് ഡ്രസ്സ് ഇല്ല, മീൻസ് അർജൻറ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ എടുക്കും. അല്ലാതെ ഇങ്ങനെയൊന്നും ഡ്രസ്സുകൾ എടുക്കാറില്ല. എനിക്കിപ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ട്, കബോർഡിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പം ഡ്രസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്.
അപ്പോൾ ഈ ഇടുന്ന ഡ്രസ്സുകൾ കഴുകി ഇങ്ങനെ മുകളിൽ ഏതായി ഇരിക്കുന്നത് അതെടുക്കും. പക്ഷേ താഴെ ഇരിക്കുന്നത് അതുപോലെ അത് നമ്മൾ വല്ലപ്പോഴും എങ്ങാണേ ഇട്ട് കാണത്തുള്ളായിരിക്കും. അപ്പോൾ കഴിവതും ഞാൻ ചിന്തിക്കും, കാരണം നമുക്ക് ആ കബോർഡിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ടെങ്കിൽ പുറകോട്ടുള്ളതൊക്കെ പുറകിലും അടുക്കി വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. കാരണം ആ കബോർഡിന് അത്രയും ഇത്തിരി വീതിയുള്ള തട്ടാണ്. അന്നേരം ഈ പുറകിലുള്ളതിനെയൊക്കെ അങ്ങ് തട്ടിക്കളയും. വീട്ടിലുള്ള ഡ്രസ്സാണേലും നൈറ്റി ആണേലും ഇപ്പം ഇന്നിടുന്ന ഡ്രസ്സ് നമ്മളിപ്പം കഴുകത്തില്ലേ നാളെ, അപ്പോൾ അത് മറ്റേ നമ്മൾ മടക്കി വെക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ തലേ ദിവസം അത് തന്നെയായിരിക്കും എടുത്തിടുന്നത്. ആ താപ്പോട്ടുള്ളത് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ അതാ ഈ വരുന്ന കുഴപ്പം. വീട്ടിലുള്ള ഡ്രസ്സാണെങ്കിലും ഇടുന്നത് തന്നെ വന്നടി ഇടും. ഈ പോളാണെങ്കിലും അതുപോലെ. പിന്നെ ഇവർക്കൊക്കെ നമ്മൾ എടുത്തു കൊടുക്കണം. പിന്നെ ഡ്രസ്സൊന്നും അങ്ങനെ ഒരു എടുപ്പില്ല. ഞാനതാ പറഞ്ഞത് ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നില്ലെന്ന്. രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് ഞാനൊരു കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ ഇതിവിടെ മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് കുറേ നാളായി ഇതുണ്ടാക്കിയിട്ട്. അപ്പം കുറച്ച് വെജിറ്റബിൾസ് ഇരിപ്പുണ്ടായിരുന്നു. അതായത് കോളിഫ്ലവർ, ഉരുളൻകിഴങ്ങ്, ഇച്ചിരി മട്ടർ, ഒരു ചെറിയ കഷ്ണം നമ്മുടെ മത്തങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മത്തങ്ങയൊക്കെ ആകുമ്പോൾ അങ്ങ് വെന്ത് അലിയുമ്പോൾ ഇച്ചിരി ഗ്രേവി പോലൊക്കെ കിട്ടും. ഞാൻ ആദ്യം സവാളയൊന്ന് ഇച്ചിരി കടുകിട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു സവാള ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കവറോട് തട്ടിയത് കുപ്പിയിൽ നോക്കിയുണ്ടേ മഞ്ഞൾപ്പൊടി ഇടുന്ന പാത്രത്തിൽ മഞ്ഞൾപ്പൊടി നീർന്നു. പിന്നെ കവറിൽ നിന്ന് എടുത്തിട്ടിട്ട് ആ കവറ് അടിയിൽ ഇച്ചിരി ഇടിഞ്ഞ് കാണുമല്ലോ, അതെല്ലാം കൂടെ ഒന്ന് കുടഞ്ഞിട്ടു. അതിനുശേഷം ഈ സവാള എല്ലാം വഴന്നതിന് ശേഷം ഈ പൊടികൾ ചേർത്തത് കേട്ടോ. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല, ഇതെല്ലാം കൂടെ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ കേട്ടോ. ഈ കൂട്ടാൻ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ആ മസാലയെല്ലാം ഒന്ന് മൂത്തോണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അരിഞ്ഞത് ഞാൻ കോളിഫ്ലവർ ഇച്ചിരി തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കഴുകി ഇട്ടതിന് ശേഷം എടുത്തത് കേട്ടോ. അതിൻ്റെ അകത്ത് ഈ കോളിഫ്ലവറിലൊക്കെ ഒരു ചെറിയ കീടകൾ കാണും. അപ്പോൾ ആ കീടയൊക്കെ പോകാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നേരം ഇട്ടിട്ടാണ് അത് കഴുകി വാരി എടുത്തത്. എന്നിട്ട് മീഡിയം സൈസിലെ 3 ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, കുറച്ച് മട്ടർ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അരമുറി ചെറിയ ഒരു മത്തങ്ങയും കൂടെ ചേർത്തെന്ന്. എന്നിട്ട് ഒരു ടൊമാറ്റോ, അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഞാൻ ഇളക്കിയിട്ട് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കും. അപ്പം നമ്മുടെ ആ വെജിറ്റബിൾസിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആദ്യം ഇങ്ങനെ അടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പം ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം, ഇച്ചിരി ചാറായിട്ട് എടുക്കണമെങ്കിൽ ചാറായിട്ട് എടുക്കാം. അപ്പോൾ ഇച്ചിരി നേരം ഞാൻ അടച്ചു കൊടുത്ത ഉടനെ ഇതിൻ്റെ അകത്തൊന്നും അധികം വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ഈ ചീനച്ചട്ടി ഇച്ചിരി നല്ല കട്ടിയുള്ള കേട്ടോ. അപ്പോൾ ചൂട് നന്നായി നിൽക്കും. ഇച്ചിരി മസാല അടിക്കൊന്നും ഇത് പിടിക്കാൻ തുടങ്ങിയാണ്. ഒരു ഇച്ചിരി വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്ത് അത് അടിക്ക് പിടിക്കുന്നത് കൊണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അതവിടെ കിടക്കട്ടെ. പിന്നെ പ്രീസമ്മോന് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ നിറച്ച് അവന് ടിഫിനൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകണം. ഈ മസാല ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ചെറിയ തീയിലിട്ടാൽ അത് വേവിക്കുന്നതെന്ന്, നമ്മൾ അത് സെപ്പറേറ്റ് കഷ്ണങ്ങളൊന്നും വേവിക്കാതെ ആ ആവി കിടന്ന് വേണം അതെല്ലാം വേവാനായിട്ട്. അതുകൊണ്ട് അതങ്ങ് ആരംഭത്തിൽ സ്റ്റാർട്ടിങ് വെച്ചിട്ട് പിന്നീടാണ് ഞാനിതെല്ലാം ചെയ്തത്. അപ്പോഴത്തേക്കിന് അതൊന്ന് വെന്ത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഈ വെള്ളം ഞാൻ പറഞ്ഞാൽ വെള്ളം ഭയങ്കര ഫോഴ്സുമായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്താൻ അങ്ങ് മറന്നും പോവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളം ഇച്ചിരി ചില സമയത്ത് എല്ലാ ലൈനിൽ നിന്നും ചിലപ്പം ഈ ലൈനിലുള്ള ആരെങ്കിലും ഒക്കെ ഒരുമിച്ച് തുറക്കുവാണെങ്കിൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ ആരും അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഞാൻ കഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ടേ ഫോഴ്സ് കൂടും കുറയും അങ്ങനെയൊക്കെയാണ്. അപ്പം പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് കൊച്ചിന് അവൻ തന്നെ ഡ്രസ്സൊക്കെ ഇടും, തലയും അവൻ ചീവും. പക്ഷേ ചീവുമ്പോൾ ശരിയായിട്ടിരിക്കത്തില്ല. ഞാനും എത്ര ശരിക്കും അങ്ങോട്ട് ചീവിയാലും ശരിക്കും അങ്ങോട്ട്, പക്ഷേ റേച്ചാൽ നന്നായിട്ട് ഇവൻ തല ചീവും ഇവരുടെ. അപ്പോൾ ഞാൻ ഒന്ന് തലയൊക്കെ ചീവി ഇച്ചിരി മുഖത്ത് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് അവനെ ഒന്ന് ഒരുക്കി ഇച്ചിരി കഴിഞ്ഞ് ഇനി അവനെ പൂൾമോ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അങ്ങോട്ട്. റേച്ചാൻ രാവിലെ അങ്ങ് പോയി. അതുകൊണ്ട് അല്ലെങ്കിൽ റേച്ചാൻ പോകുന്ന വഴിക്ക് അങ്ങോട്ട് ഗേറ്റിൻ്റെ അവിടെ ആക്കിയിട്ടേ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ടിങ് താഴോട്ടാണ് ബസ് പോകുന്നത്. അവിടെ 3-4 പിള്ളേരെ കയറ്റിയിട്ട് തിരിച്ച് നമ്മുടെ ഈ ഇതിലേക്കൂടെ തന്നെ തിരിച്ച് പോകുന്നതും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മിസ്സാവുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഗേറ്റിൻ്റെ സാമനയല്ല, അപ്പുറത്തെ സൈഡിൽ ബസ് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കയറ്റി വിടാം.
അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറിയ തീലിങ്ങനെ ഇട്ടേക്കുമായിരുന്നു, അതൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കട്ടെ. ഇപ്പം ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടെ ആണെങ്കിൽ എനിക്കിങ്ങനെ ഈ ഡ്രൈ ആയിട്ട് കഴിക്കുന്ന ഇഷ്ടം. പക്ഷേ ഇവിടെ ഇവന്മാർക്ക് ഇത്തിരി ലൂസായിട്ട് വേണം, ഇച്ചിരി. പിന്നെ ഇച്ചിരി ചൂടുവെള്ളം കാണാൻ ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കും. കാരണം അവർക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കണമെങ്കിലും ഇച്ചിരി ഒന്ന് ലിക്വിഡായിട്ട് വേണം. പിന്നെ മത്തി എന്ന് വെച്ചാൽ ചാള. സാധാരണ ഈ മത്തി എന്ന് പറയുന്നത് ഈ വേറൊരു ടൈപ്പല്ലേ, ഇതിന് നമ്മൾ ചാളയെന്നല്ലേ പറയാം. നമ്മൾ പിന്നെ ഇതിനങ്ങ് മത്തി എന്ന് പറയും. ഒരു മുള്ളുള്ളതല്ലേ മത്തി, ഇത് ചാളയെന്ന് പറയാം. അത് ഞാൻ ഫ്രിഡ്ജിലുണ്ടായി, ഞാനെടുത്ത് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ക്യാനൊക്കെ ഒന്ന് കഴുകി പിന്നെ വെള്ളം അതിൻ്റെ അകത്ത് നിറച്ചു. എന്നിട്ട് കുടിക്കാനായിട്ട് ഇനി അടുത്തത് ഈ സ്റ്റീൽ ചരുവത്തിൽ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ മീനിൻ്റെ ഐസ് ഒന്ന് പോയിട്ട് മീൻ വെട്ടിയെടുക്കാം. ഈ വെള്ളം ക്യാനിൽ ഒഴുപ്പും വെള്ളം തിളപ്പീരും ഇതെല്ലാം ഒന്ന് പാത്രങ്ങളെല്ലാം കഴുകി വരുമ്പോഴത്തേന് ഒരു മുക്കാൽ ആശ്വാസമാണ് നമുക്ക്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റിൽ ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഒഴിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷേ ഞാനൊരു ഇച്ചിരി ഒന്ന് ഒഴിക്കുന്നുണ്ട്, അന്നേരം ഒരു പ്രത്യേക ഒരു രുചി കിട്ടും. അപ്പോൾ ആ വെളിയിൽ നിന്ന് ആ ജനലയിൽ ലൈറ്റ് ഇങ്ങനെ വെയിലടിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ക്ലാരിറ്റി അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പുറത്തെ അടുപ്പിലാണെങ്കിൽ അത്രയും ഇച്ചിരിയും കൂടെ കിട്ടും. പക്ഷേ എനിക്ക് സ്റ്റാൻഡ് ഇവിടെ വെക്കുന്ന വാക്ക്, അതുകൊണ്ട് എത്ര നോക്കിയിട്ട് ആ ജനൽ തുറന്നിട്ടാൽ കുറേയും കൂടെ ഒട്ടും ക്ലാരിറ്റി കിട്ടത്തില്ല. വെയിൽ ഇങ്ങനെ ഈ നമ്മുടെ ചീനച്ചട്ടിക്കകത്തോട്ട് വരും. പിന്നെ ജനലൊന്ന് അടച്ചിട്ടാൽ ഇങ്ങനെ ഒരു ഷാഡോ പോലെ ഇങ്ങനെ നിൽക്കും. ഞാൻ ഈ അടുപ്പിൽ നിന്ന് മാറ്റി ഒന്ന് കൂട്ടാൻ കാണിക്കാം അതിൻ്റെ കളർ എങ്ങനെയാണെന്ന്. ഒരിച്ചിരി ഒരു ഓറഞ്ച് കളർ പോലെ, ഇങ്ങനെ ഡാർക്ക് കളറല്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചത് കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ ആ ലൈറ്റിങ്ങിൻ്റെ ഇതുകൊണ്ട് ഒരിത്തിരി ഡാർക്കായിട്ട് കാണും. അതാണ്ട് ഈ കളർ പോലൊക്കെ ഇരിക്കും നമ്മുടെ കൂട്ടാൻ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അമ്മ തന്നുദരത്തിൽ നിന്നെ കണ്ടല്ലോ, ചുമക്കാമെന്നാരുളിയോനേ, നരയോളം ചുമക്കാമെന്നാരുളിയോനേ, ആരുമില്ല, നിന്റെയുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയ. അപ്പോൾ ഈ പാട്ട് ഒന്ന് പഠിക്കാനായിട്ട് എനിക്ക് അറിയാം, പക്ഷേ ലൈനുകൾ കാണാൻ അറിയത്തില്ല. അതുകൊണ്ട് അതൊന്ന് റിപ്പീറ്റ് ഇട്ടിട്ട് അതൊന്ന് പഠിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് കേൾക്കാമല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ കേൾക്കും. ഇത് കുറച്ച് നാൾ മുമ്പിട്ട് ഇങ്ങനെ പുതിയ പാട്ടൊന്നും അല്ല ഉള്ളത്. അത് പാട്ട് അവിടെ ഇട്ടിട്ടുണ്ട്, അത് വെട്ടി. അപ്പോഴത്തേനും നമ്മുടെ മീനൊക്കെ വെട്ടി. ഞാൻ പറഞ്ഞ് തലയെടുത്തിട്ടുണ്ട്, നെയ്മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നെയ്യ് ഞാൻ എടുത്തു, ആ തല പിന്നെ വറക്കാൻ. അപ്പം ഞാൻ ഈ മീനൊക്കെ വെട്ടി ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തത്
അപ്പുറത്തെ ബിൽഡിങ്ങിൽ പണി നടക്കും. അപ്പോൾ ഈ പിന്നെ ടൈലൊക്കെ കണ്ടിക്കുന്നതിൻ്റെ സൗണ്ട് ഭയങ്കരം അങ്ങ് നിങ്ങൾക്ക് അരോചകമാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തോന്നോ റീച്ചാൻ രാവിലെ ഇന്നങ്ങ് ജോലിക്ക് പോയത് കൊണ്ട് രാവിലെ 1-2 ചായ കുടിച്ചുള്ളൂ. അപ്പം ബാക്കി ചായ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കളയണ്ടെന്ന് പറഞ്ഞപ്പം മീനൊക്കെ വെട്ടിയിട്ട് വന്നിട്ട് ഞാൻ അതെടുത്തിച്ച് കുടിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ബിൽഡിങ്ങിൽ പണി നടക്കുന്നുണ്ട്. എല്ലാ ബിൽഡിങ്ങിലും ഇപ്പം ഈ പണി നടക്കുക. ഇപ്പം ഞാൻ ഈ അയവള്ളിയിലൊക്കെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് 10 നമ്പറാണ്, ഞങ്ങളുടേത് 9 നമ്പർ. അപ്പോൾ അവിടെയും പണി നടക്കുക. അപ്പോൾ ഈ കട്ട പൊട്ടിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ പൊടി പടലങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇവിടെ വെളിയിൽ തുണി വിരിച്ചിട്ടേക്കുവാണെങ്കിൽ എടുക്കുന്ന ഉടനെ ആ തുണി നമുക്ക് മനസ്സിലാവത്തില്ല. അതെല്ലാം നമ്മളും ശ്വസിക്കുവാന്നേ, നമ്മുടെ മൂക്കിലോട്ടെല്ലാം കയറി പോകുന്നതാന്നേ. നമ്മളത് അന്നേരം നമുക്കത് അറിയത്തില്ലല്ലേ. അപ്പോൾ തുണിയുടെ മണ്ടേ മൊത്തം ഈ പൊടികൾ ഇങ്ങനെ പറ്റിയിരിക്കുന്നതാണ്. കാരണം അവർ ഇത് ചെയ്യുമ്പോഴൊക്കെ അതെല്ലാം ഇങ്ങോട്ടാണ് പറക്കുന്നത്. നമ്മൾ ഞങ്ങൾ വെളിയിലോട്ടൊന്ന് പോയണേ പൊടിപടലം ആ മഞ്ഞ് മൂടുന്നത് പോലെ പൊടി ഇങ്ങനെ മൂടി നിൽക്കുന്നത്. അപ്പം ഞാൻ മീൻകറി ഒന്ന് വെക്കട്ടെ. ഇന്ന് മത്തിക്കറിയാണ്. അതിൻ്റെ കൂടെ ഇപ്പം ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മുട്ടയ്ക്ക് എന്തോ വിലയാണ്? നമ്മുടെ ഇവിടെ ഈ വെള്ളമുട്ടയാണ് കൊണ്ടുവരുന്നത്, അതിനും വിലയാണ്. നമ്മുടെ നാടൻ മുട്ട ആണെങ്കിൽ പോട്ടെന്ന് പറയായിരുന്നു. നമ്മളിൽ 30 മുട്ടയാണ് വാങ്ങിക്കുന്നത്. 30 മുട്ടയ്ക്ക് ഇപ്പം 220 എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതിലോട് ചോദിച്ചോണ്ടേ. പക്ഷെ അതേസമയം നമ്മൾ ഈ വെളിയിൽ നമ്മളിപ്പം ചിക്കൻ കടയിൽ മുട്ട ഇങ്ങനെ ഇരിക്കുമല്ലോ, അവിടെ ഒക്കെ ആണെങ്കിൽ ഈ പുള്ളിക്കാരൻ കൊണ്ടുവരുന്നതിനേക്കാൾ ഒരു 20-30 രൂപയൊക്കെ കുറവായിരിക്കും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഈ മുട്ട ട്രേയോടല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരണം. അല്ല ആരെങ്കിലും നമ്മൾ കൂടെ ഒരാളൂടെ ഉണ്ടെങ്കിലേ കൊണ്ടുവരാക്കും. അല്ലാതെ നമ്മൾ തൈരിയിൽ അങ്ങനെ ഇട്ട് കൊണ്ടുവരണമെങ്കിൽ മുട്ട പൊട്ടും. ആരെങ്കിലും ഒരാൾ പിടിക്കാൻ വേണം. അപ്പോൾ മീൻകറിയൊക്കെ ഇനി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പം വറ്റി വന്നതൊന്നും പിന്നെ എനിക്ക് എടുത്തില്ല, ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് വേറെ പരിപാടിക്ക് അങ്ങ് പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൈസമ്മോന് വേലുണ്ടാക്കാൻ കൊടുത്തുവിട്ട് ഒരു പാക്കറ്റ് അറിയിച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വന്നേ. അതിനിപ്പോൾ അതിങ്ങനെ ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് 4 മണിക്കെങ്ങാനും ഇങ്ങനെ ഇച്ചിരി സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് എവിടെ നമുക്ക് കഴിക്കാം. ഇത് കഴിച്ചാലും നമുക്കൊന്ന് അതിൻ്റെ അകത്തൊരു ഫാറ്റോ അങ്ങനെയുള്ള ഒരു സാധനമൊന്നും ഇല്ലാത്ത പഫ് റൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.